ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു മിനി സ്റ്റിക്കർ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ഗായ്സ് ഞാനിങ്ങനെ ഇടണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്നാണ് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റിയത്. അപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു സ്റ്റിക്കറാണ്. ഇതിൽ ഫുൾ വിൻഡോസിൻ്റെ അങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ചത് മൊത്തം വിൻഡോസിൻ്റെ ആ ഒരു സ്റ്റിക്കറായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ നോക്കുക ഗൈസ്, എന്ത് രസമുള്ള സ്റ്റിക്കേഴ്സാണ്. അതിൻ്റെ ഇടയിലുള്ള ബട്ടർഫ്ലൈസിൻ്റെയും പിന്നെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിൻഡോസിൻ്റെ സ്റ്റിക്കറാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റിക്കർ. പിന്നെ ഈ ഒരു ബ്ലൂ വിൻഡോസിൻ്റെ ഇതൊക്കെ നമുക്ക് ബ്ലൂ ഡ്രീമി ജേണൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൽ കുറേ ഉണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിൽ ടോട്ടൽ 20 ഷീറ്റാണുള്ളത്. ഇതൊരു ബുക്ക് പോലെ കേട്ടോ. ഇങ്ങനെ ടോട്ടൽ 20 ഷീറ്റാണ് ഇതിലുള്ളത്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു സ്റ്റോറിൽ നിന്നാണ്, ഓഫ്ലൈൻ ആയിട്ടാണ് മേടിച്ചത്. ആ സ്റ്റോറിലാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയത്. ഇതിനൊരു 150 ആണ് തോന്നുന്നു. അതിനൊരു 150 റുപ്പീസാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഗൈസ്, ഈ ഒരു സ്റ്റിക്കർ ബുക്കാണ്. ഇതൊരു മൗണ്ടെയിൻ അങ്ങനെ എന്തോ അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൽ 20 ഷീറ്റാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഇത് നോക്ക്, ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൽ ഞാൻ കാണിച്ചതിൽ എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ 20 ഷീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൽ കണ്ടോ കുറേ എന്താ പറയുക, ഇങ്ങനെ ഓരോ ഹൗസിൻ്റെയും പിന്നെ ഇതേപോലെ നേരത്തെ പോലെ തന്നെ കുറേ ബട്ടർഫ്ലൈസിൻ്റെയും പിന്നെ എന്താ പറയുക കുറച്ച് സീനറി സ്റ്റിക്കേഴ്സൊക്കെ വരുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. കുറേ സീനറി സ്റ്റിക്കേഴ്സിൻ്റെ ഉണ്ട്, കുറേ ഹൗസിൻ്റെ അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ കുറേ കഫേ അങ്ങനത്തെയൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതാണ് സീനറി സ്റ്റിക്കേഴ്സും അങ്ങനെ എല്ലാതും ഉണ്ട് ഇതിൽ. പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് വന്നിട്ട് ഞാനത് കാണിക്കുന്ന വേറൊരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, ആ ഒരു സ്റ്റിക്കറിൻ്റെ. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സാണ് ഈ ഒരു ബുക്കിൽ വന്നിട്ടുള്ളത്. കണ്ടോ കുറേ എന്താ പറയുക വീടിൻ്റെയും ഒക്കെയുള്ള അങ്ങനത്തെ നല്ല എസ്തറ്റിക്കായിട്ടുള്ള ഹൗസാണ് കേട്ടോ ഇതിലുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാറിൻ്റെ ഒക്കെ ഉണ്ടായില്. പിന്നെ ക്യാമറേൻ്റെ സ്റ്റിക്കറൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് സ്റ്റിക്കർ ഇതാണ്. ഇങ്ങനൊരു ഇതിലാണ് ഇങ്ങനെ കുറേ എന്തോ ഫുഡിൻ്റെ എന്തൊക്കെയുണ്ട് ഗൈസ്. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ഹൗസിൻ്റെ ഒക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കറാണ്. ഇത് സ്റ്റിക്കർ റോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. ഇതാണ് ഫസ്റ്റ് റോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്കർ പറഞ്ഞാൽ ഗൈസ് ഒരു റെഡിഷ് ബ്രൗണിഷ് അങ്ങനത്തെ ഒരു കളറുള്ള സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ. അപ്പോൾ ഇതിങ്ങനെ റോളായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും റോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഇതാണോ കുറേ എന്താ പറയുക ലൈബ്രറീൻ്റെയും അങ്ങനത്തെ കുറേ. പിന്നെ ഇതൊരു കിച്ചണിൻ്റെ ഒരു ഇതാണ്. ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പക്ഷേ ഈ ഒരു റോൾ ഇങ്ങനെ നിറയെ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചുറ്റിക്ക് പ്രാന്തം കണ്ടോ ഇതുപോലെയൊക്കെ ഇങ്ങനെ. അതാണ് ഞാൻ പിന്നെ അധികം കാണിക്കാണ്ടിരുന്നത്. ഇതൊരു ബ്രൗൺ കളർ അങ്ങനത്തെ ഒരു തീമാണ്. ഇതിലും കുറേ ലൈബ്രറീൻ്റെയും അങ്ങനത്തെയൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഓരോ സ്റ്റിക്കറും അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഇതാണ് ഗൈസ് എനിക്ക് എന്താ പറയുക കൂടുതലായിട്ട് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക വൈറ്റ് തീം സ്റ്റിക്കേഴ്സാണ് ഇത് ഫുള്ളും ഗൈസ്. അപ്പോൾ തീം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം വൈറ്റ് തീം ഫുൾ എസ്തറ്റിക് ആണല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ വിൻഡോസ് പിന്നെ സീനറീസ് പിന്നെ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ സ്റ്റിക്കേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ കിച്ചണിൻ്റെ സ്റ്റിക്കറും ഉണ്ട് കേട്ടോ ഇതിൽ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ തീമിലാണ്. ഇതിലിങ്ങനെ നമ്മൾ ബെഡൊക്കെ കാണാനുണ്ട്. പിന്നെ ബുക്ക് ഷെൽഫ് അവിടെയും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുള്ള എന്താ പറയുക എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടമായിട്ടോ ഈ സ്റ്റിക്കറും. ഇതിന് മൊത്തം ഇത്രയുണ്ട്. ഇതിലും 4 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് 200 വന്നിട്ടുള്ളൂ ഈ ഒരു സ്റ്റിക്കറിന്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കവർ ഈ ഒരു ബോക്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട്, പക്ഷിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ അടുത്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ചായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റിക്കറാണ് ഈ ഒരു സ്റ്റിക്കർ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ച് ഗേൾസിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ഗേൾസിൻ്റെയാണ്. അത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ കുറേ അടിപൊളി ഗേൾസിൻ്റെ കുറേ എന്താ പറയുക സ്റ്റിക്കേഴ്സ് ഇതിലുണ്ട്. പക്ഷേ ഗായ്സ് ഇത് 6 ഷീറ്റേ വരുന്നുള്ളൂ. കുഴപ്പമില്ല, ഞാനൊരു 10 ഷീറ്റൊക്കെ ഉണ്ടാവും വിചാരിച്ചു കേട്ടോ. പക്ഷെ 6 ഷീറ്റുള്ള കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് തീമും കൂടി ഉണ്ട് കേട്ടോ. ബ്ലാക്ക് തീം ഞാൻ അധികം എടുത്തിട്ടില്ല, അതിലാണ് നിറയെ ഉള്ളത്. ബ്ലൂ ഞാൻ എപ്പോഴും എടുക്കണ കാരണം അതിൽ ഏകദേശം തീരാറായി ഗൈസ്. ഈ ഒരു ഗേളിൻ്റെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടോ അതൊക്കെ നല്ല ഇഷ്ടമായി ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതിലിങ്ങനെ 6 ഇതിനും
6 സ്റ്റിക്കേഴ്സാണ് ഉള്ളത് കേട്ടോ. പിന്നെ അതും പോരാണ്ട് ഇതിലും ബ്ലൂവിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഈ കോഡ്സ് വരുന്നുണ്ട്, കുറച്ച് റൈറ്റിംഗ് ഒക്കെ അതിലിങ്ങനെ സ്റ്റിക്കറായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കെടുത്ത് ഒട്ടിക്കാം. പിന്നെ അത് എൻ്റെ ഉള്ളതാണ്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് മേടിച്ച ഒരു സ്റ്റിക്കറാണ് പാൻഡേൻ്റെ. ഈ പാൻഡയ്ക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള പാൻഡാസാണ്. ഞാൻ ചില ജേർണലിങ്ങിനൊക്കെ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ എനിക്കിങ്ങനെ കുറേ കാർഡ്സൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യം കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റിക്കേഴ്സാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും അടിപൊളിയാണ്. പിന്നെ എൻ്റെ 2 സെറ്റ് കവർ സ്റ്റിക്കറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ഇത് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. ജേർണൽ ചെയ്യുമ്പോൾ കട്ടിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ കട്ടേഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഇതുവരെ കാണിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ ബുക്കാണ് ഈ ഒരു സ്റ്റിക്കർ. ഇത് പറഞ്ഞാൽ അടിപൊളി സ്റ്റിക്കറാണ്. ഇതാണ് എൻ്റെ ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റാ ഗൈസ്.